ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ ഭാഗമായി അല്പസമയത്തെ വചനധ്യാനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാർത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ശിഷ്യന്മാരോട് യേശു പ്രഭാഷണം നടത്തുമ്പോൾ പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്ന സമയത്ത് നിർണായകമായിട്ടുള്ള ഒരു കാര്യം യേശു പറയുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥനയിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം, ദൈവപ്രസാദം ഉണ്ടാകാതിരിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന വേദഭാഗമാണിത്. വേദഭാഗത്ത് തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് യേശു ഒരു ഉപമ പറയുന്നു. ഉപമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പരീശനെയും ചുങ്കക്കാരനെയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി നമുക്ക് സങ്കല്പിക്കാം. പരീശനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ താഴുവാനുള്ളൊരു മനസ്സ് അവനില്ലെന്ന് താൻ ചെയ്ത പ്രവൃത്തികൾ അഭിമാനത്തോടെ പറയുകയും താൻ നീതിമാനാണെന്നുള്ള അയാളുടെ ഭാവത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. താൻ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെന്ന ബോധം പോലും അയാൾക്കില്ല. ഇവിടെ പരീശൻ തൻ്റെ ശരികൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, മറുവശത്ത് താൻ ഒരു പാപിയാണെന്ന തിരിച്ചറിവോടെ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്ന ബോധ്യത്തോടെ ചുങ്കക്കാരൻ പാപിയായ തന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ന്നുകൊണ്ട് കരുണയാചിച്ച അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഒരു വശത്ത് തന്നെത്താൻ ഉയർത്തുന്നവനെയും മറ്റൊരു വശത്ത് തന്നെത്താൻ താഴ്ത്തുന്നവനെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു പറഞ്ഞ ഈ ഉപമ നമുക്ക് വലിയൊരു ജീവിത പാഠമാണ് നൽകുന്നത്. നാം എപ്പോഴും ഒരു ചെറിയവനാകുവാൻ പഠിക്കണം. ഒരു ചെറിയവന് മാത്രമേ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുവാനും ദൈവസന്നിധിയിൽ താഴുവാനും താൻ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമയാചിക്കുവാനും സാധിക്കൂ. കാരണം അത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. കർത്താവിന് ആവശ്യം ഈ ചെറിയവരെയാണ്. ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ ധാരാളം പ്രതിസന്ധികളും കഷ്ടതകളും പ്രലോഭനങ്ങളും നാം നേരിടും. എന്നാൽ എന്തെല്ലാം കഷ്ടങ്ങളും പ്രയാസങ്ങളും നാം നേരിട്ടാലും നമ്മെ കരുതുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ടെന്ന വിശ്വാസം മാത്രം മതി അതിനെയെല്ലാം അതിജീവിക്കുവാൻ. ഈ നോമ്പുകാലം തിരിച്ചറിവുകളുടെയും കാലമാണ്. നമ്മുടെ തിരിച്ചറിവുകൾക്കായി ദൈവം നൽകിയ ഒരു അവസരം കൂടിയാണ് ഈ നോമ്പുകാലം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വിശുദ്ധ നോമ്പിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച ഈ വേദഭാഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടതുപോലെ ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഈ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണ തോന്നി ഉത്തരം മറലുമാറാകണമേ. ആമേൻ.